ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. കലൗ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവ സാ. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കലൗ എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ മുക്തിക്ക് ക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയം തന്നെ, അതിനൊരു നാശം, ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് വല്ലാതെ അതിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങി. ക്ഷയം പ്രാപിച്ചു. അപ്പോൾ ഈ കലിയുഗത്തിൽ മുക്തിക്ക് ക്ഷയം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുക്തിക്ക് വേണ്ടി ചരിക്കുന്ന, മുക്തരാവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന മറ്റു 3 യുഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് എങ്ങനെ പാഖണ്ഡാമയ പീഡിത, പാഖണ്ഡന്മാരെന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് എന്താണോ നമ്മുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ട് ചരിക്കുകയും സ്വയം അതിനനുസരിച്ച് ജീവിക്കുകയും അത് തന്നെ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെയാണ് പാഖണ്ഡന്മാരെന്ന് പറയുന്നത്. അപ്പോൾ പറയാം പാഖണ്ഡാമയ പീഡിത. ഈ പാഖണ്ഡന്മാരാകുന്ന ആമയം എന്ന് പറഞ്ഞാൽ രോഗം, ഇതൊരു തരം രോഗമാണ്. ഇത് ബാധിച്ച്, കാരണം ഇങ്ങനെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ വരികയും അവരിലേക്കും ഈ ഒരു തെറ്റായ അറിവുകൾ അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ എത്തിപ്പെടുകയും അങ്ങനെയുള്ള ആ രോഗം ബാധിച്ച പീഡിത, അങ്ങനെയുള്ള രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ടവർ, പീഡിതരായിട്ടുള്ളവർ അവർ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരാണ് ഈ കലിയുഗത്തിൽ കൂടുതലും. എന്ന് പറഞ്ഞാൽ ശരിയായ ശാസ്ത്രഗ്രന്ഥങ്ങളെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാതെ അതിനെ തെറ്റായിട്ട് തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ തൻ്റേതായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിലൂടെ ഒരു സമൂഹം അല്ലെങ്കിൽ കുറേ ആളുകൾ തെറ്റായ വഴിയിലേക്ക് ചരിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ രോഗം ബാധിച്ചവർക്കൊന്നും ശരിയായ മുക്താവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല, അഥവാ അവർക്ക് അതിനോട് താല്പര്യമില്ലാതെയായിരിക്കുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എന്തൊക്കെയാണോ അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ചെയ്യാനുള്ള ഒരു വ്യഗ്രത മനുഷ്യ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കലിയുഗം. നമുക്കറിയാം കലിയുടെ ഇരിപ്പിടം തന്നെ യാതൊന്നിലൊക്കെയാണോ. ഈ ചൂതുകളി ആയിക്കോട്ടെ, അതൊക്കെ നമുക്കിനിയും വിശദമായിട്ട് നമുക്ക് പിന്നാലെ ആ കഥകളൊക്കെ വരുന്നുണ്ട്. ചൂതുകളി ആയാലും സ്വർണമായാലും സ്ത്രീ ആയാലും തുടങ്ങി അങ്ങനെ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. മദ്യമായാലും ഇവിടെയൊക്കെ ഇതിലേക്കൊക്കെ മനുഷ്യ മനസ്സ് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ മനുഷ്യ ഹൃദയങ്ങളിൽ ഈ കലി എവിടെയൊക്കെ ഇരിക്കുന്നുവോ, കലിക്ക് എവിടെയൊക്കെയാണോ സ്ഥാനമുള്ളത് ആ സ്ഥാനങ്ങൾ മേൽക്കോയ്മ സ്ഥാപിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ മദ്യം തെറ്റല്ല എന്നും അല്ലെങ്കിൽ മോശമായ വഴികളിലൂടെ പോകുന്ന തെറ്റല്ല എന്നും ഇതൊക്കെ ഈ ജന്മത്തിൽ നമുക്ക് സുഖിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നും അത് സ്വർണമായിക്കോട്ടെ മറ്റ് ധനം, സ്വർണം എന്ന് പറയുമ്പോൾ ധനം, ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലിൽ അങ്ങനെ പായുകയാണ് മനുഷ്യൻ. എന്തൊക്കെയോ നേടി എവിടെയൊക്കെയോ എത്താൻ, ആ ഓട്ടത്തിനിടയിൽ എവിടെയോ വെച്ച് പൊലിഞ്ഞു പോകുന്ന ജീവിതം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഓരോ ജീവൻ്റെയും ലക്ഷ്യം എന്താണെന്ന് മറന്നു പോകുന്നത് കൊണ്ട് തന്നെ ഉറക്കത്തിലോ ഒന്നറിയാതെ പോലുമോ ഈശ്വരനാമം ഉരുവിടാൻ അവരുടെ നാവ് വഴങ്ങുന്നില്ല. പകരം സദാ ഈ ജന്മം അല്ലെങ്കിൽ ഈ ഒരു ജീവിതം മറ്റുള്ളവരുടെ മരണങ്ങളൊക്കെ കാണുമ്പോഴും തനിക്ക് മാത്രം ഇത് ബാധകമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തനിക്ക് ഏതൊക്കെയാണോ തനിക്കിഷ്ടമുള്ള വഴികൾ ആ വഴികളിലൂടെയൊക്കെ സുഖം തേടി അലയുന്ന മനുഷ്യൻ
ഇതാണ് ശരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതൊക്കെ പുരാണങ്ങളാണ്. ഈ പഴംപുരാണങ്ങളിലൊന്നും അവയുടെ ഒന്നും പിന്നാലെ പോകേണ്ടതില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഈ ജീവിതം നമുക്ക് സുഖിക്കാനുള്ളതാണ്, നമുക്ക് ജീവിക്കാനുള്ളതാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കാനുള്ളതാണ് എന്ന് പറയുന്നിടത്ത് ഇതിലേക്ക് താല്പര്യമുള്ളവർ, ഇതിനോട് വാസന കൂടുതലുള്ളവർ, അത് ധനമായിക്കോട്ടെ മദ്യമായിക്കോട്ടെ തുടങ്ങി എന്തും മനുഷ്യ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ഇതുപോലെയുള്ള കലിയുടെ ഇരിപ്പിടങ്ങളായിട്ടുള്ള എല്ലാം, ചൂത് ഇന്ന് വാതുവെപ്പൊക്കെ ധാരാളം നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ മനുഷ്യൻ ആകൃഷ്ടനായി പോകുന്നുണ്ട്. കാരണം മുമ്പേ ഗമിച്ചിടിന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഒരാൾ അങ്ങനെ ഒരു അബദ്ധത്തെ പ്രചരിപ്പിക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിലൂടെ ആ അബദ്ധത്തെ കാണിച്ചു കൊടുത്ത് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ കഴുതകളെ പോലെ തിരിച്ചറിയാനുള്ള ബുദ്ധിയിൽ കുറവുള്ളവരെ പോലെ ചരിക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാം. അങ്ങനെ അവർക്കൊന്നും ഈശ്വരീയമായ കാര്യങ്ങളോട് താല്പര്യമില്ലാതെയാകും. ജ്ഞാനം നേടാനുള്ള ഒരു താല്പര്യം അവർക്കില്ലാതെയാകും. അതുകൊണ്ട് തന്നെ മുക്താവസ്ഥയിലേക്ക് എത്താനുള്ള വഴികൾ അടഞ്ഞു പോകുന്നു. ജ്ഞാനവൈരാഗ്യങ്ങൾ നേടുന്നതിലൂടെ മാത്രമേ ഭക്തിദേവി തൃപ്തിപ്പെടുന്നുള്ളൂ. അതിലൂടെ മാത്രമേ മുക്തിദേവി നമ്മളെ അനുഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കലിയുഗത്തിലാകട്ടെ ഇത്തരം പാഖണ്ഡന്മാരാകുന്ന രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർ, പീഡിതരായിട്ടുള്ള ജനങ്ങളായതുകൊണ്ട് തന്നെ അവർക്കാർക്കും മുക്തിപദത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അങ്ങനെ മുക്തിക്ക് ക്ഷയം വന്നുകൊണ്ടിരിക്കുന്നു, ക്ഷയം പ്രാപിച്ചിരിക്കുന്നു, ക്ഷയാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ത്വദാജ്ഞയാ ഗതാശീഘ്രം, ത്വദാജ്ഞയാ ഭക്തിദേവിയുടെ അവിടുത്തെ ആജ്ഞ കൊണ്ട്, ഭക്തിദേവിയുടെ ആരെ ഇവിടെ നാരദ മഹർഷി ഭക്തിദേവിയോടാ പറയുന്നത്, ഭക്തിദേവിയുടെ ആജ്ഞയ അനുസരിച്ചുകൊണ്ട് ഗത പോയി, ശീഘ്രം പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. എവിടേക്ക്? വൈകുണ്ഠം. ആ വൈകുണ്ഠലോകത്തിലേക്ക് മുക്തിദേവി പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. പുനരേവസ, പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും, ഏവ അത് തന്നെ എന്ന് അർത്ഥം. വീണ്ടും ആ വൈകുണ്ഠത്തിലേക്ക് തന്നെ. സാ എന്ന് പറയുന്നത് ആ മുക്തിദേവിയെ, സാ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. ഇവിടെ ആ മുക്തിദേവി. അപ്പോൾ ഭക്തിദേവിയുടെ ആജ്ഞയനുസരിച്ചുകൊണ്ട് മുക്തിദേവി ആ വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. കാരണം ഇവിടെ മുക്തിദേവിയെ ആഗ്രഹിക്കുന്നവർ, കാക്ഷിക്കുന്നവർ ഇന്ന് ഈ കലിയുഗത്തിൽ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തിദേവി മുക്തിദേവിയോട് പറഞ്ഞു തിരികെ പോയിക്കോളൂ. അങ്ങനെ ആ ഭക്തിദേവിയുടെ ആജ്ഞയനുസരിച്ചാണ് മുക്തിദേവി തിരികെ വൈകുണ്ഠത്തിലേക്ക് തന്നെ പോയിരിക്കുന്നത്. ഇവിടെ ഈ ഭക്തിദേവിയുടെയും ആ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭക്തിദേവിയുടെ കുടുംബകഥ അല്ലേ, ഒരാൾ ദാസിയും 2 പുത്രന്മാരും, ആ കഥ ഭക്തിദേവിയെ നാരദ മഹർഷി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലയോ ഭക്തിദേവി അവിടുന്ന് പറഞ്ഞിട്ടാണ്, അവിടുത്തെ ആജ്ഞ അനുസരിച്ചാണ് മുക്തിദേവി തിരികെ വൈകുണ്ഠത്തിലേക്ക് തന്നെ പോയിരിക്കുന്നത്. കാരണം ഈ കലിയുഗത്തിൽ ആർക്കും മുക്തി വേണ്ടാതെയായി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കലൗ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവസാ. ഇനി നമുക്ക് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുക്തി എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട്, അത് പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് പാഖണ്ഡാമയ പീഡിത, അതുകൊണ്ട് അകാരം ആമയ ആണ്. ആമയം എന്നാൽ രോഗം, ആമയം ആയതുകൊണ്ട് പാഖണ്ഡാമയ പീഡിത, അവിടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ത്വദാജ്ഞയ, ത്വത് ആജ്ഞയ ആണ്, അപ്പോൾ അവിടെയും അകാരം നീട്ടിയെടുക്കുക. ത്വദാജ്ഞയാ ഗതാശീഘ്രം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള അവസാനത്തെ സാ വരുന്നിടത്ത് ആ അകാരവും നീട്ടി തന്നെ എടുക്കണം. കാരണം എന്നാലേ അത് സ്ത്രീലിംഗമാവുകയുള്ളൂ. വെറുതെ സാ എന്ന് എഴുതിയാൽ അത് പുല്ലിംഗമായിട്ട് മാറും. ഇവിടെ മുക്തി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മുക്തി ദേവിയായിട്ടാണ്. അതുകൊണ്ട് സാ എന്നുള്ളത് നീട്ടിയെടുക്കണം.
ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.